ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം പള്ളിമുക്കിലുള്ള ഒരു ഈ തൽക്കാലം ഈ സംവിധാനത്തിലാണ്. ഇവിടെ ഈ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള കായിക പ്രേമികളൊക്കെ തന്നെ. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ കയറുന്നതുകൊണ്ട് ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം നമ്മൾ ഈ കളിയുടെ ആ ഒരു മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ആവേശം എല്ലാവരിലേക്ക് എത്തിക്കണമല്ലോ. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇവരുടെ ഇടയ്ക്ക് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കളിയിലേക്ക് ഇവരെക്കുറിച്ച് കളിയെക്കുറിച്ച് ചോദിക്കുന്നത്. എന്തായാലും ആദ്യ പകുതിയോട് അടുക്കുന്നു. ഇനി ഏകദേശം ഒരു സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? ആദ്യ പകുതി ആകാൻ പോകുന്നു. എങ്ങനെയുണ്ട് ഈ കളി തുടങ്ങി ഇപ്പോൾ ആദ്യ പകുതി ആകാറായി. ഞങ്ങളുടെ മെസ്സിയുടെ അസിസ്റ്റിൽ ഫസ്റ്റ് മെക്കലിസ്റ്റർ ഗോൾ ചെയ്തി. അർജന്റീനയാണ് കളി മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അർജന്റീനയാണ് ഇതുവരെ നല്ല രീതിയിൽ കളിക്കുന്നത്. സ്വിറ്റ്സർലൻഡും ഒട്ടും മോശമല്ല, നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ മെസ്സിയിൽ നിന്നും ഇനിയും മാജിക്കുകൾ ഞങ്ങൾ അടുത്ത ഹാഫിൽ പ്രതീക്ഷിക്കുകയാണ്. അർജന്റീന തന്നെ പോരാ മെസ്സിയിൽ നിന്നും ഇനിയും വേണം. മെസ്സി ഇനിയും ഗോൾ അടിക്കണം, മെസ്സി ടോപ്പ് സ്കോറർ ആവണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉറപ്പായിട്ടും സെക്കൻഡ് ഹാഫിൽ മെസ്സി ഗോൾ അടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ പകുതിയോട് അടുക്കുമ്പോഴേ ആദ്യ ഘട്ടത്തിൽ തന്നെ അർജന്റീനയ്ക്ക് ഒരു ഗോൾ നേടാനായി. ആ ഒരു സന്തോഷമില്ലേ? ഉണ്ട്, തീർച്ചയായും നല്ല സന്തോഷമുണ്ട്. ഇനി ഒരു ഗോളും കൂടെ നേടിയാലേ നമുക്കൊന്ന് പുസ്തകമായിട്ട് കളി കാണാൻ പറ്റത്തുള്ളൂ. ആ ലെവലിലേക്ക് പോകണം. കാര്യം എന്തായാലും അർജന്റീന ഇനിയും ഗോൾ സ്കോർ ചെയ്യും. ഒരു 2 കൂടെ എന്തായാലും അടിക്കും. മെസ്സി ഒരു ഗോൾ എന്തായാലും അടിക്കും ഉറപ്പായിട്ടും. നമ്മളെ തോൽവി കാത്തിരിക്കുന്നവർക്കിടയിൽ നമ്മളിന്ന് ജയിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. കഴിഞ്ഞ കളിയിലൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റഫറിയുടെ ചില അനുകൂല സമീപനങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അതൊക്കെ ഇപ്പം എംബാപ്പയുടെ കഴിഞ്ഞ ഫ്രാൻസിന്റെ കളി തന്നെ ഒരു പെനാൽറ്റി ഡൈവ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ അതിനെങ്ങനെ പോകും. കളി അവന്മാർ ലാസ്റ്റ് 15 മിനിറ്റിലാണ് നമ്മളാ കളി ജയിച്ചാൽ. അപ്പോൾ അവരുടെ കോച്ചിന് അതിനുള്ള ഇത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല അങ്ങനെ വിവാദമായിട്ടൊന്നുമില്ല. ഏതായാലും കളി ഫസ്റ്റ് ഹാഫ് അല്ലേ? അതെ, ഫസ്റ്റ് ഹാഫ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും 1-0 അർജന്റീന ഒരു ഗോൾ നേടിയിരിക്കുന്നു. ഈ കളിയാവേശം കാണാൻ വേണ്ടി ഇവിടെ ഈ പെൺപടയും ഒക്കെ ഉണ്ട് അല്ലേ? ഒന്ന് എണ്ണിക്കാമോ? എന്താ മോളുടെ പേര്? അനാമിക. കളി ഇവിടെ വന്ന് എല്ലാ കളികളും കാണാറുണ്ടോ? ഇല്ല ആദ്യമായിട്ടാ. കഴിഞ്ഞ കളി കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആഗ്രഹം ഇവിടെ വന്ന് കാണണം. കുറെ ന്യൂസൊക്കെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്നത് ഫ്രണ്ടിൽ. കളിയുടെ ആ ഒരു ഇതുവരെയുള്ള പോക്കിനെ കുറിച്ച് ഒന്ന് പറയാമോ? അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് കില്ല. ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ഗോൾ അടിച്ച് അത് മെസ്സിയുടെ അസിസ്റ്റില് മാക്കലിസ്റ്ററിന്റെ ഗോളായിരുന്നില്ലേ? അടിപൊളിയാണ്. ഇനി മെസ്സി ഗോൾ അടിക്കണം എന്നാണ്. മെസ്സിയാണ് ഇപ്പൊ ടോപ്പ് സ്കോറർ. അതിനെ ഇപ്പം എംബാപ്പയുടെ ഹാലൻഡിന്റെ കൂടെ ഒക്കെ കോമ്പറ്റീഷനിലാണ് മെസ്സി ഗോൾ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതെ, കളിയാവേശം. 3 ഗോളുകൾക്ക് ഞങ്ങൾ ജയിക്കും. 3 ഗോള് അർജന്റീന അടിക്കും, 1 ഗോള് സ്വിറ്റ്സർലൻഡ് അടിക്കും. അതാണ് ഈ മാച്ച്. ഒരു ഗോള് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ഒരു ഗോൾ കളിക്കാൻ വന്നല്ലേ, 1 ഗോള് കൊടുക്കണ്ടേ? 1 ഗോൾ അവരടിക്കും, 3 ഗോൾ ഞങ്ങൾ അടിക്കും. മെസ്സി 1 ഗോൾ അടിക്കും. ഇപ്പം ആ ഒരു ഫസ്റ്റ് ഗോള് അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ കുറിച്ചൊന്ന് പറയാം. ആ ഫസ്റ്റ് ഗോൾ അടിപൊളി ഗോളായിരുന്നു. ഈ ടൂർണമെന്റിൽ സൂപ്പർ ഗോളായിട്ടാണ് ഞാൻ അംഗീകരിക്കുന്നത്. അടിപൊളി.